ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കല്യാണ വീഡിയോ ആണ് എന്നുള്ളത്. അപ്പോൾ അതാ നമ്മൾ കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആരതാ കല്യാണം എന്നുള്ളത് ഞാൻ ഇതിൻ്റെ മുമ്പ് വീഡിയോസൊക്കെ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, വെഡിങ്ങിനുള്ള ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഒക്കെ. അപ്പോൾ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അമ്മായിൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അമ്മായിൻ്റെ വീട്ടിൽ ചെന്ന പാടന്നെ ഇതാ എല്ലാവരും ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് പെണ്ണിൻ്റെ വീട്ടിലാണ് കേട്ടോ പരിപാടി ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ ചെക്കൻ ഇറങ്ങുകയാണ് കേട്ടോ, ഇറങ്ങുന്ന വീഡിയോ ആണിത്. പിന്നെ നമ്മളെ അമ്മായിൻ്റെ വീട്ടിലത്തെ കല്യാണം വൈകിട്ടാണ് കേട്ടോ, വൈകിട്ട് 4 മണി മുതലാണ് കല്യാണം ഉള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ പെണ്ണിൻ്റെ വീട്ടിലേക്ക്. നിക്കാഹ് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ നേരത്തെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ തലേന്ന് തന്നെ. അതുകൊണ്ട് ഡ്രസ്സൊക്കെ അവിടെ മാറ്റി ഒരുങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെന്നിട്ട് ഇതൊക്കെ ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ ഒരുപാട് ടൈമാവും. പിന്നെ ചെക്കൻ്റെ വീട്ടുകാർക്ക് ഉച്ചക്കത്തെ ഫുഡ് പെണ്ണിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പെണ്ണിനെ തിരിച്ച് കൊണ്ടുവരുന്ന വഴിക്ക് ചെക്കൻ്റെ വീട്ടിലുള്ള കല്യാണം ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഓഡിറ്റോറിയത്തിലൊന്ന് കയറിയിട്ട് പോവാൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കയറിയതാണ്. ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കിച്ചണിൽ. അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പുതിയണ്ണിനെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ വീണ്ടും ഡ്രസ്സൊക്കെ മാറിയിട്ട് വൈകിട്ടാണ് കേട്ടോ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഞങ്ങൾ ഒരു വണ്ടിയിലുള്ള ആൾക്കാർ മാത്രം ഇവിടെ നിന്ന് ജസ്റ്റ് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് വന്നതാണ്. അപ്പോൾ ഇതാ എല്ലാ ഒരുക്കങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഫുഡൊക്കെ ഇവിടെ ഇതാ കിച്ചണിൽ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ എന്താ ഫുഡ് എന്നുള്ളത് ഞാൻ പിന്നെ പറയാം കേട്ടോ, കഴിക്കുന്ന ടൈമിൽ പറയാം കേട്ടോ എന്താ ഫുഡ് എന്നുള്ളത്. നമ്മൾ പുതിയണ്ണ് വീട്ടിലേക്ക് എത്തുന്ന ടൈം ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ എത്തണം കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിലുള്ളവരൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടല്ലേ എത്തുള്ളൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് പോകാമെന്ന് എഴുതിയിട്ട് അങ്ങനെ കയറിയതാണ്. ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് എഴുതിയിട്ട് വന്നതാണ്. പുതുവണ്ണ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അമ്മായിൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് കയറി വരികയാണ് കേട്ടോ. പിന്നെന്താ നമ്മൾ പുതിയണ്ണിൻ്റെ ഡ്രസ്സൊക്കെ വീണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ അവിടെ വെൽക്കം ഡ്രിങ്കൊക്കെ റെഡി ആയിട്ടുണ്ട്. പുതുവണ്ണിനെ കൊണ്ടുവരികയാണ് കേട്ടോ.
കുറച്ചൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നല്ല വിശപ്പ്, 8 മണിയൊക്കെ ആയപ്പോൾ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കുന്ന ടൈമിൽ പറയാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ കോയിൻ പൊറാട്ടയും അതുപോലെ പാലപ്പവും ഉണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ പാലപ്പമാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ സ്റ്റേജിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കേക്ക് കട്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെ പാട്ട് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ഇടാത്തത്. പാട്ടില്ലാതെ വെറുതെ ഡാൻസ് ഇട്ടിട്ട് എന്താ ഒരു രസമല്ലല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അത് ഇടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കല്യാണ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്